ഞാനിപ്പോൾ ഉള്ളത് അനിയൻ്റെ വീട്ടിലാണ്, സാജിദിൻ്റെ വീട്ടിൽ. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിന് അത് നമ്മളെ മറ്റേ അനിയൻ്റെ വൈഫ് ഹൗസിൽ നിന്നൊരു കോഴി ചുട്ടതിൻ്റെ വീഡിയോ. അപ്പോൾ അതിനുശേഷം നമ്മളിവിടെ നിന്ന് ഞാൻ പറയുകയല്ലേ, ഇതൊരു സീസൺ തന്നെയാണ് ഇതിൻ്റെ. കാരണം നല്ല ഈ ഒരു തണുപ്പ് സമയത്ത് ഇങ്ങനെ പാളിക്കത്തുന്നില്ല. ഇതിൻ്റെ ചുറ്റിനൊക്കെ നിൽക്കുക, അതുപോലെ തന്നെ ക്യാമ്പ് ഫയറിങ് ഒക്കെ ചെയ്തിട്ട് അതിലൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്തിട്ട് നമ്മൾ കോഴി ചുടുക, മീൻ ചുടുക, അതുപോലെ കൊഞ്ചം ചുടുക, എന്തെല്ലാം പരിപാടിയാണ്. അതുപോലെ കപ്പ ബിരിയാണി, അങ്ങനെയുള്ള സ്പെഷ്യലായിട്ട് പല പരിപാടിയാണ്. എന്തായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് കാണാം. കൈനാട്ടിലെ ഫേമസ് ഹോട്ടലാണ് രമ്യ ഹോട്ടൽ. അപ്പോൾ അതിൻ്റെ പുറകിലാണ് ഇത്. ഇതാണ് മോനെ കപ്പ ബിരിയാണി. ഇതിൻ്റെ ഈ ഒരു കളറ്, ആ മസാലക്കൂട്ടെല്ലാം കാണുക, അതിൻ്റെ സ്മെല്ലും കൂടി വരുമ്പോൾ ഇല്ല കോരിയെടുത്ത് തിന്നാൻ തോന്നും. ചിക്കൻ നല്ല മസാല എല്ലാം പറ്റി ഇങ്ങനെ വെച്ചിക്കുക. ഒരു 5 കിലോളം ചിക്കൻ ഉണ്ട്. അതാ കൊത്തി പോഞ്ച്, ഇതാണ് സ്പെഷ്യൽ. കുത്തി പോഞ്ച്. അതുപോലെ ഇതാ അതിൻ്റെ മസാല വരട്ടി വെച്ച ഇതാ. പിന്നെ ഇതാ നല്ലോണം മുരിഞ്ഞ് കോരിയിട്ടിട്ടുണ്ട് ഇവിടെ. ഇത് ആവോലിയാണ്. ഇത് എന്താ പേപ്പറിൽ പൊതിഞ്ഞതെന്ന് അറിയോ? ഇതിലെ മസാല നല്ലോണം പിടിച്ച് ഇതിൽ തന്നെ മീനിലേക്ക് തന്നെ അങ്ങ് വരും, പുറത്തേക്ക് പോകില്ല. സെറ്റപ്പന്നല്ലേ സാജി? സംഭവം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തിന്നാണ്ടിരിക്കൂലേ. എന്തായാലും ടേസ്റ്റ് നോക്കണ്ടേ. ഇടു മസാല എല്ലാം ആയിട്ട് അടിപൊളി ടേസ്റ്റ് അല്ലേ, സൂപ്പർ ടേസ്റ്റ്. എന്നാലും നമുക്ക് ആദ്യം അടിച്ചു മാറല്ലേ. കണ്ടിക്കാ അപ്പോൾ ഇവിടെ ഇതാ ചിരട്ടയെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിന് പറ്റുന്ന അപ്പോൾ എനിക്ക് പറയാനുള്ളത് വാട്സപ്പിൽ തോണ്ടിയിരിക്കുക, അത് ആഴ്ചയിൽ ഒരിക്കൽ ഇങ്ങനെ എല്ലാവരും ഒന്ന് ഒത്തുകൂടുക, അത് അടിപൊളിയായിരിക്കും. ഏതാ അറബീൻ്റെ ഇതാ വില്ല ഇത്? ഷെയ്ഖിൻ്റെതാ? ഓഹോ ഹലോ ഹലോ. അയാൾ നേരത്തെ തന്നെ വന്നിരുന്നൊക്കെ ഉണ്ട്. هذا شيء كمال سعد الله يحيينا يا حبيبي. الحمد لله يا حبيبي حبيبي. اليوم هذا اكل كلهم اكل هذا اهو يجي هذا ما في فلوس. ما في فلوس. صراط الذين انعمت عليهم ഇതേപോലല്ലേ. എന്താ ഇത്ര താഴ്ചയിൽ ഇതാ കൈകൊണ്ട് പറിക്കുന്ന വിധത്തിൽ മാങ്ങയെല്ലാം ഉണ്ടായിട്ടുണ്ട് സംഭവം. അതുപോലെ ഇതാ ഒരുപാട് ഉണ്ണി മാങ്ങയെല്ലാം ഉണ്ടായിട്ടുണ്ട്. ചെറിയൊരു മാവായി. ഇതാ ഒരു ഭംഗിയല്ലേ മുറ്റത്തിന് ഇങ്ങനെ മാങ്ങ ഉണ്ടാകുന്നു. കിളിക്കൂട് കാണാം. ഇതൊരു സംഭവം എന്താണെന്നല്ലേ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഇതിൻ്റെ ഈ കിളിയുടെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ചുടലിലേക്ക് തന്നെ പോകാം. ഓരോരുത്തർ വരുന്നുണ്ട്, ഒരു ഫാമിലി വരുന്നുണ്ട് ഇവിടെ. ഇങ്ങനെ ഫാമിലികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, വാഹനങ്ങൾ ഇവിടെ നിറയുന്നുണ്ട്. ഇതൊരു പാർക്കിംഗ് ഏരിയ. ഇതെവിടെയാണ് ഈ പാർക്കിംഗ് ഏരിയ വരുന്നത്? നമ്മളെ അനിയൻ വന്നിട്ടുണ്ട്, നിയാസ് ഇപ്പോൾ ഉണ്ട്. ഉമ്മ ഇറങ്ങുന്നുണ്ട്. പനുമാനെ എൻ്റെ പുറയുന്ന കൂട്ടിക്കൊണ്ടുവരികയാണ്. മുഹമ്മദ് ഇറങ്ങുന്നില്ലേ? മുഹമ്മദ് ഇറങ്ങുന്നില്ല. മുഹമ്മദ് ഇറങ്ങുന്നില്ല. ഇറങ്ങി വിഫുണ്ട് ഇതിൻ്റെ ബേക്കിൽ. നീ കൊണ്ടോ നിൽക്കണ്ട് അങ്ങനെ. അതാ ഇനിയും വന്ന് കേട്ടാ ചാർക്കോളം കീർക്കോളം എല്ലാം അതിന് മിഷ്യനും എല്ലാം ഉണ്ട് ചുടുന്നതും. നല്ല വീതി വിസ്താരമുണ്ട്. എന്നാ കുറച്ച് ചേർത്തായിട്ടിട്ട് കത്തിച്ചാളാ.
ഇതിനായിട്ട് ഉണ്ടാക്കിയ സ്റ്റാൻഡായത്. ഇത് നമ്മളന്ന് കണ്ടതാണല്ലേ. യെസ്, സെറ്റപ്പ് സ്റ്റാൻഡാ. ഇതിൽ ചിരട്ട അടുത്ത വണ്ടി ഏതാ? പിന്നെ വീണ്ടും വീണ്ടും വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന. ഇത് പാർക്കിംഗ് ഏരിയ ആണ് കേട്ടാ. ഇവിടെയാ പാർക്ക് ചെയ്യേണ്ടത്. ഇങ്ങനെ വന്നോണ്ടിരിക്കുക. നമ്മളെ കാർണോർ അബ്ദുൾ റസാഖ്. യാസ് മുഹമ്മദ് തുള്ളുന്നില്ലല്ലോ. ഇതെന്താ മുഹമ്മദ്? നമ്മൾ ഫാസിലെത്തി. ആദ്യം എല്ലാത്തിനും മുൻപന്തിയിലുണ്ടാകുന്ന ആളാ. എല്ലാവരെയും കൊണ്ടുവരേണ്ടതുകൊണ്ട് ലേറ്റായി അല്ലേ? എന്തല്ല ഫിഷർ ഇത് വന്നിട്ട് ഉണ്ടാവില്ല. നമ്മളെ മീന് കൊഞ്ചുമ്പോൾ കൊണ്ടുവച്ചിട്ടുണ്ടല്ലേ. കൊഞ്ചും ചൂടുന്നുണ്ട് കേട്ടാ. ഇതെന്താ ഊഞ്ഞാലല്ലോ സെറ്റപ്പ്. ഇതാണ് സംഭവം അല്ലേ മുഹമ്മദ്? അടിപൊളിയല്ലേ? ഇവിടെ നമ്മൾ അനിയ റീൽസ് എടുക്കുന്ന കേട്ടാ. ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് ഉണ്ടല്ലോ, അതിൻ്റെ റീൽസിലാണ് ഉള്ളത്. കത്തുപാട്ട് എന്ന് പറഞ്ഞ റീൽസ്. ഇല്ല, ഒന്നുമില്ല. ഇനി വയസ്സാ എത്ര? 70 വയസ്സായി? 75? 80? ഫയറോ അതന്നെ അതന്നെ. സൂപ്പർ സൂപ്പർ. അപ്പോൾ ചിക്കൻ ചൂടൽ മത്സരം ഇവിടെ നടക്കുന്നു. 3 സെക്ഷനായിട്ടാണ് ഇവിടുന്ന് ചിക്കൻ ചുടുന്നത്. മാഷാ അല്ലാഹ്. എല്ലാം നുറുങ്ങിപ്പോയില്ലേ? പുതിയ ആപ്പിളെ കളിയന്മാരൊക്കെ ഒന്നിച്ചപ്പോൾ ചിക്കൻ ചുടൽ പെട്ടെന്ന് കഴിയുന്നുണ്ട് കേട്ടോ. സ്പീഡ് കൂടിയിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെ നിങ്ങൾക്കൊന്ന് പരീക്ഷിക്കാം. അടിപൊളിയായിരിക്കും. ഒരു എൻജോയ് അല്ലേ. കുറേ നേരമായി കോഴി മരിച്ചോ കാത്തു നിൽക്കുന്നു. ഒന്നും കാണുന്നില്ല. ലാസ്റ്റ് ഇതെന്നെ ശരണം. ഇതെങ്കിലും നിന്നിട്ട് വയറ് ഇറക്കട്ടെ. കത്തുപാട്ട് എന്നുള്ള റീൽസിന് വേണ്ടി ചെയ്തതാണ് ഇത്. ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കാണുന്നില്ല കിടക്കുന്ന കിടപ്പ്. എന്താ മോനെ ആവോലി പൊരിച്ച് കിടക്കുന്ന കിടപ്പ് കണ്ട. നല്ല കൊതിയൂറ് സ്മെല്ലുമായി ചിക്കൻ. ഒന്നും പറയണ്ട. പാത്രം നിറഞ്ഞു കേട്ടോ. ഇനിയും ബാക്കിയാ ചിക്കൻ. അത് ആടുന്ന് പിന്നെയും പൊരിച്ചു കൊണ്ടിരുന്നു. നമ്മളെ കപ്പ ബിരിയാണി ഇവിടെ എത്തിയേട്ടാ. പൊറോട്ട ഇതാ ഒരു വലിയ ബോക്സ് നിറയെ പൊറോട്ട. പിന്നെ കുബൂസ് ഉണ്ട്. റെഡി ആയിക്കൊണ്ടിരിക്കുക അവിടെ. യെസ്, എല്ലാം ആയി അല്ലേ? രണ്ടാളെല്ലാം ആയി. സൂപ്പർ. എന്നാ പോയി തിന്നോ. അത് തിന്നോക്കിയാ എന്നിട്ട് ടേസ്റ്റ് അടിപൊളിയാ. സൂപ്പർ അല്ലേ? മസാല. എൻ്റെ വായിൽ കപ്പൽ ഓടാ വെള്ളം. പൊറോട്ടയും കപ്പയും. അപ്പൊ ഞാൻ ഇടുന്ന സെറ്റപ്പിൽ കേട്ടോ. പൊറോട്ട ഒരു പൊറോട്ട ഒരു കുബൂസ്. എന്നാലായി മിക്സ് ആവും. യെസ്.
നല്ലോണം ഇട്ടോ ഹമൂസ് ഇട്ടോ പിന്നെ മറ്റേ അതെല്ലാം ഓരോന്നിട്ട് സംഭവം എല്ലാം എനിക്കെല്ലാം വില്ലാണേ അല്ലെങ്കിൽ ഇവിടെ പ്രശ്നം കൊണ്ട് കളിയായിരിക്കാം കേട്ടാ കേട്ടാ പ്രശ്നമായിരിക്കേ അത് ലേശം മതി അത് മതി അതുകൊണ്ട് ചിക്കനും മീനും ഒരു പ്ലേറ്റ് കൊടുത്തോ ബാസി ആ നല്ല പീസൊക്കെ ഇടിച്ചോ ആ മീന് ഒരു പ്ലേറ്റിംഗ് തന്നെ ഒരു സൈഡിൽ മീൻ ഓക്കെ സൂപ്പർ താങ്ക് യു സാലഡ് നമുക്ക് ലാസ്റ്റ് തിന്നാം അപ്പം ലേശയിലിട്ടോ എല്ലാം മിക്സഡ് ആയിട്ട് നോക്കുന്ന കേട്ടോ പരിപാടി ഇവിടെ എല്ലാം കിട്ടി ഒന്നിനൊരു കുറവില്ല ഫാസിലിതാ ആദ്യം തന്നെ മൊരിഞ്ഞത് ഓനാ ഇതുവരെ പൊരിച്ചത് അതിൽ നല്ല മൊരിഞ്ഞ് നോക്കിയിട്ട് എടുത്തിട്ടുണ്ട് മുഹമ്മദ് അടി ആ മുഹമ്മദ് ഇവിടുന്ന് ഇതാ മുഹമ്മദ് തിന്നു ഉപ്പയും മോനും ഇതെവിടെ ഇരുന്നിട്ട് അടിച്ചു മാറുന്നു ഇതാ കടിച്ചു പറിക്കുന്നുണ്ട ഇതാ പറയുന്നത് പ്രായമൊന്നും ഇതിനൊരു പ്രശ്നമേ ഇല്ല അല്ലേ പ്രായമൊന്നും ഇതിനൊന്നൊരു പ്രശ്നമില്ല അത് കടിച്ചു പറിക്കുന്നതിന് കൊഞ്ചന അടിച്ചു മാറുന്നു എല്ലാരും മത്സരാണ് കേട്ടാ ഭക്ഷണം എടുക്ക എല്ലാരും നേർന്നിരുന്ന് തിന്നുണ്ട് കേട്ടാ ഇതെല്ലാം തന്നെയാ ഒരു എൻജോയ് കേട്ടാ അങ്ങനൊന്നുമില്ല മീൻ പൊള്ളിച്ച് അടിപൊളി സൂപ്പർ പിന്നെന്താ കപ്പ ബിരിയാണി ഇതാ കപ്പ ബിരിയാണി സൂപ്പർ നമ്മുടെ ചിക്കൻ പൊരിച്ചത് ചിക്കൻ നല്ല മൊരിഞ്ഞ് അടിപൊളിയല്ല ചിക്കൻ അങ്ങനെയുണ്ട് അത് സൂപ്പറാ അല്ല എങ്ങനെയുണ്ട് ഭക്ഷണത്തെ പറ്റി ഒന്നും പറയില്ല സാജി അടിപൊളിയാ സൂപ്പർ അടിപൊളിയാക്കില്ലേ എല്ലാം ഒന്നിനൊന്ന് മെച്ചല്ലേ അങ്ങനെ അങ്ങനെയുണ്ട് ഭക്ഷണം സൂപ്പറല്ലേ എല്ലാവരും ഇരുന്ന് നല്ലോണം കഴിക്കുന്നുണ്ട് ഉപ്പയും മോനും അവിടെ ഇരുന്ന് തട്ടുന്നുണ്ട് ഡാൻസ് കേട്ടാ റീൽസ് കഴിഞ്ഞ രംഗായത് ഇതാ ഇവിടെ ചെയ്ത റീൽസിന്റെ ബാക്കി പത്രം ഇത് ഇത്രയും നേരം ചെയ്ത റീൽസ് എല്ലാം എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയല്ലേ അടിപൊളി അപ്പൊ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ ഷെയർ ചെയ്യാൻ മറക്കരുത് ബൈ അടുത്ത വീഡിയോ കാണാൻ പറ്റണം യെസ്